വന്യജീവി ആക്രമണം ഒഴിയാതെ വയനാട്. ആശ്രമക്കൊല്ലിയിൽ ഇന്നലെ രാത്രിയും കടുവയിറങ്ങി പശുവിനെ ആക്രമിച്ചു കൊന്നു. ജനരോഷം രൂക്ഷമായ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എംപിയുടെ സന്ദർശനം തുടരുകയാണ്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെയും പോളിന്റെയും പ്രജീഷിന്റെയും കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. പുൽപ്പള്ളിയിൽ പ്രതിഷേധത്തിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ് പോലീസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 5 കേസുകളാണ് ഇന്നലെ രജിസ്റ്റർ ചെയ്തത്. ആക്രമണം ആസൂത്രിതമാണോ എന്ന് അന്വേഷിക്കും. പ്രതിഷേധം സ്വാഭാവികമെന്നും പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. അതും ന്യായമാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ അതിനകത്തൊരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്, അത് അക്രമാസക്തമായി പോകുമ്പോൾ അത് നമുക്ക് പരിഹാരം കാണാനുള്ള വഴിയല്ല തെളിയുക, കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുകയാണ് ചെയ്യുക. അത് ഏതാണ്ട് വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പരസ്പരം കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം കാണുന്നതാണ് ഉചിതം എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിലപാട്. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവുണ്ടായെന്ന ആരോപണം മരിച്ച പോളിന്റെ കുടുംബം ഇന്നും ആവർത്തിച്ചു. ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ചികിത്സ വൈകിപ്പിച്ചതും പിന്നെ അവിടെ അതിന് വേണ്ടുന്ന ഫെസിലിറ്റീസ് ഇല്ലെന്നും, അതുകൊണ്ട് വയനാട് മെഡിക്കൽ കോളേജിന് വേണ്ട ഫെസിലിറ്റീസ് വേണം. അപ്പം അവിടെ ആരും ഇനി ചികിത്സ കിട്ടാണ്ട് മരിക്കരുത്. ചികിത്സ ലേറ്റും ആവരുത്. വേണ്ടുന്ന ഫെസിലിറ്റീസ് അവിടെ ലഭിക്കാം. ചികിത്സ വൈകിപ്പിച്ചു, അതിൽ എനിക്ക് മാറ്റമൊന്നുമില്ല. അതിൽ തന്നെ ഞാൻ അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്നു. സർക്കാരിനും രാഹുൽ ഗാന്ധി എംപിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി. നമ്മുടെ വയനാട് എം പി ഇന്ന് അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹം ഇപ്പോഴെങ്കിലും എത്തിയത് നന്നായി. അദ്ദേഹം ഇത്രയും കാലം ഈ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമല്ലേ, ആ മണ്ഡലത്തിൽ അദ്ദേഹം മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് ഉണ്ടായില്ല, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് എന്തായിരുന്നു പ്രശ്നം, ഈ കാര്യങ്ങളൊക്കെയല്ലേ ഒരു എം പി നോക്കേണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ, സുർജിത്ത് അയ്യപ്പത്ത്, സജോ ദേവസ്യ എന്നിവരാണ് ചേരുന്നത്. ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്ക്. സുർജിത്ത്, സർക്കാരിന്റെ തനിനിറം പുറത്തു വരികയാണോ? എല്ലാവർക്കും എതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള പ്രതികാര നടപടിയിലേക്കാണോ പോലീസ് കടക്കുന്നത്? വേണു, ഈ സമരം ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നു. പക്ഷേ അത് പ്രതികാര നടപടി എന്നുള്ള തരത്തിലല്ല, വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറിയതിന് പിന്നിൽ കൃത്യമായ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിൽ പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില സന്ദേശങ്ങളെല്ലാം തന്നെ പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. അതായത് ആളുകളെ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില സന്ദേശങ്ങൾ പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബോധപൂർവം ചില ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ സ്ഥിരീകരിക്കുന്ന ചില തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ഗൗരവത്തിൽ പോലീസ് ഇത് അന്വേഷിക്കാനുള്ള തീരുമാനം. ഈ സമരം ആദ്യഘട്ടത്തിൽ സമാധാനപരമായി മുന്നോട്ട് പോവുകയായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമില്ലാതെ മൃതദേഹം വെച്ചുകൊണ്ട് ഈ കാര്യം അവതരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു പ്രക്ഷോഭം ഉണ്ടായിരുന്നത്. അത് പോലീസും അതിനകത്ത് വേറെ ഒരു ഇടപെടലൊന്നും നടത്തിയിരുന്നുമില്ല ആദ്യഘട്ടത്തിൽ. കാരണം അത് ജനങ്ങളുടെ വികാരമാണ്. അത് വൈകാരികമായ പ്രതികരണം സ്വാഭാവികമായും ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നടപടിയിലേക്ക് പോലീസ് ആദ്യഘട്ടത്തിൽ എത്തിയത്. പക്ഷേ പിന്നീട് ഈ സമരത്തിന്റെ രൂപം മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. അത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ചർച്ച, അതോടൊപ്പം ജോലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, മകളുടെ വിദ്യാഭ്യാസം, പോളിന്റെ മകളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി ADM-ന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. അതിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തു. അതുമായി ബന്ധപ്പെട്ട ചില ഉപാധികളുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ വരുന്നത്. ഇതിനിടയിൽ ഒരു ഫോറസ്റ്റ് ജീപ്പ് ആക്രമിക്കപ്പെട്ടു. ഫോറസ്റ്റ് ജീപ്പ് ആക്രമിക്കാനുള്ള പ്രധാനപ്പെട്ട ആ ജീപ്പ് എന്ന് പറയുന്നത് ഈ പോള് വനസംരക്ഷണ സമിതി ജീവനക്കാരനാണ്. അതായത് വനം വകുപ്പിന്റെ തന്നെ ഭാഗമായിട്ടുള്ള VSS ജീവനക്കാരനാണ് ഈ പോൾ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഈ ആനയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റി അദ്ദേഹത്തെ നേരെ മാനന്തവാടിയിലേക്ക് കൊണ്ടുപോയത് മുതൽ അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ് വിലാപയാത്രയ്ക്ക് ഒപ്പം അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന ഫോറസ്റ്റ് ജീപ്പാണ്. ആ ജീപ്പ് പുൽപ്പള്ളി നഗരത്തിലെത്തുമ്പോൾ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം അതിനെ വളയുകയും ആ ജീപ്പ് നശിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അതിന്റെ കാറ്റഴിച്ചു വിട്ടു. മാത്രമല്ല, അതിനകത്തുണ്ടായിരുന്ന, അതായത് തുടർച്ചയായി ഇത്രയും മണിക്കൂറുകൾ ഈ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഉണ്ടായിരുന്ന വനം വകുപ്പ് ജീവനക്കാരനാണ് ഡെപ്യൂട്ടി റേഞ്ചർ ആയിട്ടുള്ള ഷാജി. ആ ഷാജിയെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. അദ്ദേഹത്തിന് പരിക്കേറ്റു. അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതിന് പിന്നിലെല്ലാം തന്നെ ഒരു ഗൂഢാലോചനയുണ്ട്. മാത്രമല്ല, ജനപ്രതിനിധികൾക്ക് നേരെ കുപ്പി എറിയാനുള്ള ശ്രമമുണ്ടായി. MLA-മാർക്കെതിരെ പോലും കുപ്പി എറിയാനുള്ള ശ്രമം, കസേര വലിച്ചെറിയാനുള്ള ശ്രമം, ഇതെല്ലാം തന്നെ നടന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, മൃതദേഹം എടുക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ആ മൃതദേഹം
തടഞ്ഞു വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇതിനെല്ലാം പിന്നിൽ ഒരു അക്രമോത്സുക സ്വഭാവമുണ്ട്. അതോടൊപ്പം ഈ കടുവ ആക്രമിച്ച് പാതി തിന്ന ജഡം, കാളക്കുട്ടിയുടെ ജഡം അവിടേക്ക് കൊണ്ടുവരികയും അത് ഈ ബോണറ്റിൽ വെച്ച് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന വിധത്തിൽ ആ രീതിയിലേക്ക് ഈ സമരം മാറ്റാൻ വേണ്ടി ഒരു ബോധപൂർവമായ ഇടപെടൽ പോലീസ് സംശയിക്കുന്നുണ്ട്. അതൊരു പ്രതികാര നടപടി എന്നുള്ള തരത്തിലല്ല കാണേണ്ടത്. അത് ആ ഒരു സമരത്തെ, അതിന് ജനാധിപത്യപരമായ സമരത്തെ അതൊരു വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ചില ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പുൽപ്പള്ളി പോലീസ് അത് ഗൗരവപൂർവ്വം പോലീസ് ആ കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, പോലീസിനെ ആക്രമിച്ചു, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചു, മൃതദേഹത്തെ അപമാനിക്കുന്ന വിധത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായി എന്നുൾപ്പെടെയുള്ള വകുപ്പുകൾ, അതിൽ ഈ ഫോറസ്റ്റ് ജീപ്പ് ആക്രമിച്ചു ഉൾപ്പെടെയുള്ള PDPP അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ 100 പേർക്കെതിരെ, 100 കണ്ടാലറിയുന്നവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പോലീസ് സമാഹരിച്ചു കഴിഞ്ഞു. പോലീസ് കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം ആരാണ് ഇത്തരത്തിൽ അക്രമോത്സുക സ്വഭാവത്തിലേക്ക് ഇതിനെ നയിക്കാനും അതിന് പിന്നിൽ ആസൂത്രണമുണ്ടെങ്കിൽ അത് നടത്തിയത് ആരാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകും, നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പോലീസ് നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വേണു. ശരി, സജോ ദേവസ്യം ചേരുന്നു. സജോ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ്. എന്താണ് ആ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ? വേണു, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം വയനാടിന്റെ MP ആണ്. സ്വന്തം മണ്ഡലത്തിലേക്കാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എത്തുന്നത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം സംബന്ധിച്ച് എതിരാളികൾ സ്വാഭാവികമായും ഇത്തരം പലതരം വിമർശനങ്ങളും ചർച്ചകളും സർക്കാരിനെതിരെ നടക്കുമ്പോൾ MPയെ കേന്ദ്രീകരിച്ചും ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു. ഏതായാലും ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഭാരത് ജോഡോ ന്യായ യാത്ര ഇടയ്ക്ക് വെച്ച് ചെറിയ ഇടവേള എടുത്താണ് അദ്ദേഹം ചാർട്ടേഡ് വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. കഴിഞ്ഞ 16 ദിവസത്തിനിടെ 3 ജീവനുകളാണ് വന്യജീവി ആക്രമണങ്ങളിൽ വയനാട് പൊലിഞ്ഞത്. അതിൽ 3 പേരുടെ വീടുകൾ, ഏറ്റവും ഒടുവിലെ പോളിന്റെ വീട്ടിലും ഒപ്പം അജീഷിന്റെയും മുടക്കൊല്ലിയിലെ പ്രജീഷിന്റെയും വീട്ടിൽ, അങ്ങനെ 3 വീടുകളിൽ സന്ദർശനം നടത്തി. ഇനിയിപ്പോൾ അദ്ദേഹം ഈ സന്ദർശനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കൽപ്പറ്റ PWD റെസ്റ്റ് ഹൗസിലേക്ക് അദ്ദേഹം എത്തും. ഇവിടെ ഒരു റിവ്യൂ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, DFO ഉൾപ്പെടെ പങ്കെടുക്കും. ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. MLA മാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ അടങ്ങുന്ന ഒരു റിവ്യൂ മീറ്റിംഗ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു 11:15 മാധ്യമങ്ങളെ കാണും. ഈ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എടുക്കുകയാണെങ്കിലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഒക്കെ ഇടപെടലാണ് ഇക്കാര്യത്തിൽ കൂടുതലായി കാര്യക്ഷമമായി ഉണ്ടാകേണ്ടത്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരർത്ഥത്തിൽ നോക്കിയാൽ നിയമപരമായ പരിമിതിയുണ്ട്. പക്ഷേ അതേസമയം പ്രാദേശികമായി ചെയ്യാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട് താനും. ഇത്തരം കാര്യങ്ങളിൽ ഏതെല്ലാം നിലയ്ക്കുള്ള ഇടപെടലുകൾ വേണ്ടതുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. സ്വാഭാവികമായും ദേശീയ തലത്തിലും കേന്ദ്ര തലത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഏതെല്ലാം തലത്തിൽ ഉണ്ടാകാം. അത്തരത്തിൽ ദേശീയ തലത്തിലൊരു ചർച്ചയിലേക്കോ സാധ്യതകളിലേക്കോ കൊണ്ടുപോകാം. പാർലമെന്റിൽ വിഷയം ഉന്നയിക്കാൻ, കൂടുതൽ ശക്തമായി ഉന്നയിക്കാനും അതിൽ ഇടപെടലുകൾക്കും ഒക്കെ ശ്രമിക്കാം. ആ നിലയ്ക്കും പല തലത്തിൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തെ യഥാർത്ഥത്തിൽ സമീപിക്കേണ്ടതുണ്ട്. കാരണം തുടർച്ചയായി വയനാട്ടിൽ അങ്ങനെ വൈകാരിക പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടാകുന്നതിന്റെ മൂലകാരണം തിരിച്ചറിയുകയും അതിന് സാധ്യമായ ഇടപെടലുകളിലേക്ക് കടക്കുകയും ചെയ്യുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ആ അർത്ഥത്തിൽ ചർച്ചകൾക്ക് തുടക്കമിടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണം. കാരണം ഇതിനിടയിൽ ചില ആളുകൾ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. നാട്ടുകാരിൽ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്, ഇതിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയും, അതിൽ തന്നെ ഈ ഡാർട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ആധുനികമായ സാങ്കേതിക വിദ്യ അതല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചും ഒപ്പം ഇവിടുത്തെ യഥാർത്ഥ ഗ്രൗണ്ട് റിയാലിറ്റിയും ഒക്കെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആളുകൾ ഇടയ്ക്ക് പരാതി പറയുകയും അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നതൊക്കെ കണ്ടു. കാരണം ചാലിഗദ്ദയിൽ അജീഷിന്റെ വീട് സന്ദർശിച്ച ശേഷം പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞത് ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റിയും ഡാറ്റയും ഒക്കെ MP എന്ന നിലയിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ അത് അദ്ദേഹത്തിന് ആ നിലയ്ക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയും. അതുകൊണ്ട് തങ്ങൾ പറയുന്നത് കേൾക്കാൻ കൂടിയുള്ള ഒരു അവസരം നൽകണം എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഈ റിവ്യൂ മീറ്റിംഗിലടക്കം അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമായിരിക്കും. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഇവിടെ ഇപ്പോൾ RRT ടീമിന്റെ വിപുലീകരണമാണെങ്കിലും ഒപ്പം ഇപ്പോഴുള്ള ഫെൻസിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആശുപത്രി സംവിധാനത്തിന് ഒരു മെഡിക്കൽ കോളേജിന്റെ ബോർഡ് മാത്രമേ യഥാർത്ഥത്തിൽ ഇവിടെയുള്ളൂ. ഇപ്പോൾ പോളിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ട് പലതരം വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ പോലും അതായത് ഒരു മികച്ച വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ പിന്നീട് കോഴിക്കോടേക്ക് പോകണം. അത് ചുരത്തിലും മറ്റും ബ്ലോക്ക് ആണെങ്കിൽ അത് സാധ്യമാകാത്ത നില വരും. അത്തരം പ്രതിസന്ധികളുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങൾ ഇതിന്റെ തുടർച്ചയായി വരുന്നുണ്ട്. അവയൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതങ്ങനെ അതിന് ഏതെല്ലാം നിലയ്ക്ക് സാധ്യമായ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോഴത്തെ നിയമത്തിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അതിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്നതോ പാർലമെന്റിൽ ഉന്നയിക്കാൻ കഴിയുന്നതോ ഒക്കെ ആ നിലയ്ക്കും സംസ്ഥാനത്തെ
സംബന്ധിച്ചിടത്തോളം ഇവിടെ ചെയ്യാൻ കഴിയുന്നത് എന്തെല്ലാമാണോ ആ നിലയ്ക്കുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ തന്നെയും യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ശാസ്ത്രീയവും യുക്തിഭദ്രവുമായ പദ്ധതികളോ വീക്ഷണങ്ങളോ ഇല്ലാതെ ഇനി മുന്നോട്ട് പോവുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് എന്നതൊരു വസ്തുതയാണ്. ഈ യാത്ര രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം സംബന്ധിച്ച് രാഷ്ട്രീയമായി സ്വാഭാവികമായും പലതരത്തിലുള്ള ചർച്ചകളും തർക്കങ്ങളും അതിന് എതിർവാദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇതൊരു പ്രധാനപ്പെട്ട സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ MP എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിപാടിയുടെയൊക്കെ ഭാഗമായി നിൽക്കുന്ന ഘട്ടത്തിൽ കൂടി അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുന്നപ്പോൾ അദ്ദേഹം ഉച്ചയ്ക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. തിരികെ ഇവിടെ നിന്ന് അദ്ദേഹം റോഡ് മാർഗം അദ്ദേഹം ഹെലികോപ്റ്ററിൽ വട്ടന്നൂർ വിമാനത്താവളത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് അദ്ദേഹം തിരികെ അലഹബാദിലേക്ക് മടങ്ങുകയുമായിരിക്കും ചെയ്യുക. റിവ്യൂ മീറ്റിംഗും അദ്ദേഹം ഒരു മാധ്യമങ്ങളെ കാണും, 11:15 മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുക എന്നത് കാത്തിരിക്കേണ്ടതാണ്. സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തലത്തിൽ എന്തെങ്കിലും വിമർശനങ്ങൾ, ഇടപെടൽ സംബന്ധിച്ച് അദ്ദേഹത്തിന് വിമർശനങ്ങളുണ്ടോ, ആ വിമർശനം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതെല്ലാം ഒപ്പം ദേശീയ തലത്തിൽ കൂടി അല്ലെങ്കിൽ കേന്ദ്ര തലത്തിൽ കൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമത്തിന്റെ പരിമിതികൾ പലപ്പോഴും സംസ്ഥാന വനം വകുപ്പ് തന്നെ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ പരിഷ്കാരങ്ങളും കൂടുതൽ സഹായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുക എന്നതിലെ പരിമിതികളൊക്കെ സംബന്ധിച്ചാണ്. അത് ഒപ്പം ഈ ദൗത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത് പ്രതിസന്ധിയിൽ നിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ബേലൂർ മക്കനിയുടെ കാര്യത്തിലാണെങ്കിൽ അതൊരു പ്രതിസന്ധിയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അതുൾപ്പെടെ ഇന്നും തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയത്തെ ഇനി ഇങ്ങോട്ട് കുറെ കൂടി ഗൗരവത്തിൽ ഈ വിഷയത്തെ സമീപിക്കാൻ ഏതായാലും രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് ഈ ഭാരത് ജോഡോ ന്യായയാത്രയുടെ പരിപാടി പുരോഗമിക്കുന്നതിനിടെ ഒരു ബ്രേക്ക് എടുത്ത് വന്നത് സ്വാഭാവികമായും അത്തരം ചർച്ചകൾക്ക് വഴി തുറക്കും. അതിൽ പലതരം രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഗൗരവമായ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ നയിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. അതായത് കൽപ്പറ്റ PWD റെസ്റ്റ് ഹൗസിലാണ് ഇനിയിപ്പോൾ ഒരു റിവ്യൂ മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. അത് ആണ് പ്രധാനമായും DFO അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ആ ഉദ്യോഗസ്ഥരുണ്ടാവും. ഒപ്പം ജനപ്രതിനിധികളാണ് പ്രധാനമായും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഒപ്പം മറ്റ് ഉദ്യോഗസ്ഥർ, ഇതര ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കും എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നേരത്തെ തന്നെ നമ്മളെ അറിയിച്ചിരുന്നത്. ആ നിലയ്ക്കായിരിക്കും ഒരു റിവ്യൂ മീറ്റിംഗ്, പ്രാഥമികമായ ഒരു റിവ്യൂ മീറ്റിംഗ് എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. നിലവിൽ ഇതിനകം ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ ഇവിടെയുള്ള വനം വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ നേരത്തെ തന്നെ അവലോകന യോഗം അടക്കം ചേർന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകം നടപ്പാക്കി, ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ പ്രായോഗികമായി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത് എന്നത് സംബന്ധിച്ച് ഇതിനകം എടുത്ത തീരുമാനങ്ങൾ, നടപ്പാക്കിയ കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ചാണ് പ്രധാനമായും ഈ യോഗത്തിൽ ഒരു ചർച്ചയുണ്ടാവുക. ആ ഒരു ചിത്രം അദ്ദേഹം അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം അദ്ദേഹം അവതരിപ്പിക്കും. അതിനുശേഷം ആ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്ന വേളയിലും അദ്ദേഹം പരാമർശിക്കും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെയുള്ള പ്രാദേശിക ജനപ്രതിനിധികൾ ഇതിനകം ഇത് സംബന്ധിച്ചൊരു ഏകദേശ ചിത്രം രാഹുൽ ഗാന്ധിക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഇതിനകം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അതായത് സംസ്ഥാന തലത്തിലാണ് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. അത് നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യങ്ങളുണ്ട്. ഒപ്പം ഇതിനകം പൂർത്തീകരിക്കേണ്ട ഡാർട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇതിനകം ബേലൂർ മക്കനിയുടെ കാര്യത്തിലാണെങ്കിലും ഒപ്പം ഇവിടെ കടുവയുടെ സാന്നിധ്യമുണ്ട്. ആ കടുവയെ പിടികൂടി മാറ്റുന്നത് സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ഇതിനകം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുരോഗതി എന്താണ്, ഇനി അങ്ങോട്ടേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഒപ്പം നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും, ഒപ്പം വനം വകുപ്പിന് MP ഫണ്ടിൽ നിന്നടക്കം ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ സംബന്ധിച്ച് നേരത്തെ ഒരു തീരുമാനം എടുത്തിരുന്നു. അതായത് വാഹനങ്ങൾ ഉൾപ്പെടെ, അതായത് ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ആശുപത്രിയിലേക്ക് മറ്റും നീക്കുന്ന കാര്യത്തിലൊക്കെ അങ്ങനെ അത് സംബന്ധിച്ചൊരു MP ഫണ്ടിൻ്റെ കാര്യത്തിലുമുണ്ട്. അതും ഇന്നത്തെ യോഗത്തിൽ തന്നെ അത് സംബന്ധിച്ചൊരു അന്തിമ ചിത്രം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MP ഫണ്ട് ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നൽകാൻ കഴിയുന്ന പണത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകും. അത് നേരത്തെ തന്നെ അത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിരുന്നതാണ്. ഇന്ന് അത് കുറെ കൂടി അതിലൊരു അന്തിമമായ ഒരു തീരുമാനം ഇന്നുണ്ടാകും എന്ന് കണക്ക് കൂട്ടുന്നു. ഒപ്പം ഇനിയുള്ള ചിത്രമാണ് DFO അടക്കമുള്ള ആളുകൾ കുറച്ച് മുൻപ് ഇവിടെ എത്തിയിരുന്നു. ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇനിയിപ്പോൾ ഇത് പാർലമെന്റിലടക്കം ഉന്നയിക്കുന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കൂടുതൽ ചർച്ചയാവുന്ന തലത്തിലേക്ക് ഇത്തരം പ്രശ്നങ്ങളെ ഇനിയുള്ള കാലത്ത് ഏത് നിലയ്ക്ക് സമീപിക്കണമെന്നതുണ്ട്. അത് ഒരുപക്ഷെ ഏത് നിലയ്ക്കാവും കോൺഗ്രസ് ദേശീയ തലത്തിൽ ആ നിലയ്ക്ക് അത് ചർച്ചയാകുന്നുണ്ടോ, അങ്ങനെ ആക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ പാർലമെന്റിൽ ഉന്നയിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകുമോ, അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ആ വഴിക്കുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. അത് ദേശീയ തലത്തിലൊരു ചർച്ചയാവുക, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ലെവലിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളും പരിഷ്കാരങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ലെവലിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ കഴിയുമോ, ഈ സന്ദർശനത്തിനും അതിനുശേഷം തുടർ നീക്കങ്ങളൊക്കെ ഉണ്ടാവണം, തുടർച്ചയായും അതിലേക്ക് പോകാൻ കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ അപ്പോഴും വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ വൈകാരിക പ്രതികരണങ്ങൾ കേവലമായ ഒരു പെട്ടെന്നുണ്ടാകുന്ന മോബിന്റെ ഒരു പ്രതികരണം എന്നതിനേക്ക് അപ്പുറത്തേക്ക് എല്ലാ ദിവസവും എന്നതുപോലെ ഇത് ഉണ്ടാകുന്നുണ്ട്. ജീവന്, സ്വത്തിന് സുരക്ഷയില്ലാത്ത വലിയൊരു പ്രതിസന്ധി അവർ അനുഭവിക്കുന്നുണ്ട്. അതിന് യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് അത്തരം വൈകാരിക പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ പ്രതിഷേധങ്ങളും. അത് ഒരു പരിധിവരെ
കൂടുതൽ ആളുകൾ വൈകാരികമായൊക്കെ പ്രതികരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇത് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു. പിന്നെ അതിനുശേഷവും ഇത്തരത്തിൽ കാർഷിക വിളകൾ നശിപ്പിക്കപ്പെടുന്നു, ജീവന് യാതൊരു സുരക്ഷയും ഇല്ല. അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം തുടർച്ചയായി ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രതികരണമാണ്. അതിനെ ആ നിലയ്ക്കുള്ള ഗൗരവത്തോടു കൂടി ഇനിയും അഭിസംബോധന ചെയ്തു തുടങ്ങേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ കേരളം എന്നതാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ കേരളം എത്തി നിൽക്കുന്നത്. ഇതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാതെ കേരളത്തിന് ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അത് ഇത്തരം പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും വയനാട് പോലുള്ള പ്രദേശങ്ങൾ, അത് മറ്റ് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം സമാന സാഹചര്യങ്ങൾ പലയിടത്തുമുണ്ട്, മലയോര വനാതിർത്തി മേഖലകളിൽ. ഈ വിഷയങ്ങളെല്ലാം പൊതുവായി വയനാട് എന്തായാലും പല വിഷയങ്ങളിലും ഇതിനകം കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. ഇനി അത് എത്രത്തോളം ഈ വിഷയങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടും, അതിൽ പരിഹാരങ്ങൾ ഉണ്ടാകും എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. ഏതായാലും ഇപ്പോൾ റിവ്യൂ മീറ്റിംഗ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് PWD റെസ്റ്റ് ഹൗസിൽ. അതിനുശേഷം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുകയും ചെയ്യും 11:15 കൂടി. ശരി, വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെയും പ്രജീഷിന്റെയും പോളിന്റെയും കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം രാഹുൽ ഗാന്ധി ഇപ്പോൾ കൽപ്പറ്റ PWD റെസ്റ്റ് ഹൗസിലാണ്. അവിടെ റിവ്യൂ മീറ്റിംഗ് ആണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. സജോ ദേവസിയാണ് സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. അരുൺ പാറയ്ക്കലും ചേരുന്നുണ്ട്. അരുൺ, ഇന്നലെയും കടുവയുടെ ആക്രമണത്തിൽ പശുവിനെ കൊല്ലുന്നു, അതിനുശേഷം അതിൻ്റെ ജഡവുമൊക്കെ ആയിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്നിപ്പോൾ ആശ്രമക്കൊല്ലിയിലും കടുവയിറങ്ങിയെന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? വേണു, വയനാട് പുൽപ്പള്ളിയിൽ തുടർച്ചയായി ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇന്നലെ 56-ലാണ്, അതായത് പുൽപ്പള്ളി 56-ലാണ് ഈ കടുവ പശുവിനെ ആക്രമിക്കുകയും കൊല്ലുകയും ആ ജഡവുമായി പുൽപ്പള്ളി നഗരത്തിലേക്ക് ജനങ്ങൾ ഒന്നാകെ എത്തുകയും ചെയ്തത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി വീണ്ടും 56-നോട് തൊട്ടടുത്ത്, അതായത് കേവലം ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ആശ്രമക്കൊല്ലി എന്ന പ്രദേശത്ത് ഐക്യരക്കുടി എൽദോസിന്റെ വീട്ടിൽ കടുവയുടെ ആക്രമണം നടന്നിരിക്കുന്നു. ഒരു പശുക്കിടാവിനെയാണ്, രണ്ട് ക്ഷീരകർഷകനാണ്, 2 തൊഴുത്തുകളാണ് ആ വീട്ടിലുള്ളത്. അതിൽ വീടിന്റെ വലതുവശത്തുള്ള ആ തൊഴുത്തിലിരുന്ന പശുക്കിടാവിനെയാണ് കടുവ ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ആക്രമിച്ചത്. കഴുത്തിൽ ആക്രമിച്ചതിന് ശേഷം കടുവ ഈ കിടാവിനെയും എടുത്ത് പറമ്പിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴേക്കും നാട്ടുകാർ ശബ്ദം കേട്ട് ലൈറ്റൊക്കെ ഓൺ ചെയ്ത സമയത്ത് ഈ കടുവ ചാണകക്കുഴിയിലേക്ക്, തൊട്ടടുത്ത ചാണകക്കുഴിയിലേക്ക് വീഴുകയും പശുക്കിടാവിനെ അവിടെ ഇട്ടുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അതിന് തൊട്ട് മുൻപാണ് 8:30യോടുകൂടി ആ ഭാഗത്തേക്ക് വന്ന ഒരു അജീഷ് എന്ന ചെറുപ്പക്കാരനെ ഈ കടുവ ബൈക്കിന് മുന്നിലേക്ക് ചാടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആ യാത്രികനും അപകടം പറ്റി. അദ്ദേഹം ഇപ്പോൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തുടർച്ചയായ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ജനങ്ങളൊന്നാകെ ഭീതിയിലാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി വൈകിയാണ് എത്തിയതെന്നൊരു ആരോപണം പ്രദേശവാസികൾ പറയുന്നുണ്ട്. അതിനുശേഷം ഇന്നലെ രാത്രി മുഴുവൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ ഭാഗത്തുണ്ടായിരുന്നു. ഈ കടുവയെ ഇനിയും പിടികൂടാനായിട്ടില്ല. കടുവയെ മയക്കുവെടിവെക്കാനുള്ള ഉത്തരവ് പെട്ടെന്ന് ഇടണമെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ ഒന്നാകെ ഭീതിയിലാണ്. കഴിഞ്ഞ 1 മാസമായി ഈ കടുവയുടെ ശല്യം ആ പ്രദേശത്തുണ്ട്. 10 തവണ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതാണ്. തുടർച്ചയായി ഇന്നലെ 3 തവണ, അതായത് ഇന്നലെ ആദ്യം ഒരു മൂരിയെ കൊല്ലുന്നു, അതിനുശേഷം ഈ ബൈക്ക് യാത്രികന്റെ മുന്നിലേക്ക് കടുവ ചാടുന്നു. ഇന്നലെ രാത്രി 11:30യോടുകൂടി ഒരു പശുക്കിടാവിനെ കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ ഇന്നലെ മാത്രം 3 തവണ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. എത്രയും വേഗം ഈ കടുവയെ അവിടെ നിന്ന് മയക്കുപിടിച്ച് നീക്കണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. വേണു, ശരി, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങളുമായി ചേർന്നത്.